നമസ്കാരം, എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ചെമ്പരത്തിപ്പൂവിൻ്റെ കുറച്ച് ഗുണങ്ങളും എങ്ങനെയാണ് ചെമ്പരത്തിപ്പൂ ഉണക്കി സൂക്ഷിക്കുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. പണ്ടുകാലം മുതലേ നമ്മൾ കേശ സംരക്ഷണത്തിന് ചെമ്പരത്തിപ്പൂവിൻ്റെ പൂവും ഇലകളും ഒക്കെ ഉപയോഗിച്ചു പോന്നിരുന്നു. ഇതുകൂടാതെ ചെമ്പരത്തിപ്പൂവിന് കുറെ ആരോഗ്യ ഗുണങ്ങൾ കൂടെ ഉണ്ട്. ഈ ചെമ്പരത്തിപ്പൂ വെച്ച് നമുക്ക് ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കാം. ചെമ്പരത്തി ചായ ഏറ്റവും ഔഷധപൂർണമായ ഒരു ഹെർബൽ ടീ ആണ്. ഇത് പതിവായി കുടിക്കുന്നത് വഴി രക്തസമ്മർദ്ദം കുറയ്ക്കാനും ബാക്ടീരിയയോട് പോരാടാനും ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. ചെമ്പരത്തിപ്പൂ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കാം. ചെമ്പരത്തി ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉണങ്ങിയ ചെമ്പരത്തിപ്പൂ കൊണ്ട് ലിപ് ബാം, ഫേഷ്യൽ ക്രീം, ഹെയർ ഓയിൽ, ഷാംപൂ തുടങ്ങിയ സൗന്ദര്യ വസ്തുക്കളിൽ പ്രധാന ഘടകമായിട്ടാണ് ഉണക്കിപ്പൊടിച്ച ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് ചെമ്പരത്തിപ്പൂവിനുണ്ട്. മുടിയുടെ വളർച്ചയ്ക്ക് ചെമ്പരത്തിപ്പൂ വളരെ നല്ലതാണ്. മുടിയിൽ ഇതൊരു കണ്ടീഷണറായി പ്രവർത്തിക്കുന്നു. മുടിക്ക് മിനുസവും തിളക്കവും നൽകുന്നു. അകാലനര തടയാനും താരനകറ്റാനും ഒക്കെ ഇത് ഉപയോഗിച്ചു പോരുന്നു. ചർമ്മത്തിനുണ്ടാകുന്ന പിഗ്മെന്റേഷൻ, കറുത്ത പാട്, മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന പാട്, നിറവ്യത്യാസം, ഇതിനൊക്കെ പ്രതിവിധിയായി ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള പൂവാണ് ചെമ്പരത്തിപ്പൂവ്. ഈ കാണുന്ന പൂക്കളൊക്കെ 2 ദിവസം മുമ്പേ പൊട്ടിച്ചു വെച്ചിരുന്നതാ. അതായത് ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. ഇനി ഈ ചെമ്പരത്തിപ്പൂ തണലത്ത് വെച്ച് ഉണക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അല്ലെ കുറച്ച് സമയം പിടിക്കും. വെയിലത്ത് വെച്ച് ഉണക്കിയ ചെമ്പരത്തിപ്പൂവിന്റെ കളറൊക്കെ കുറെ അങ്ങ് നഷ്ടമാകും. അതുകൊണ്ട് തണലത്ത് വെച്ച് തന്നെ ഉണക്കാൻ ശ്രമിക്കണം. ഇതിപ്പോൾ ഉണക്കാൻ വെച്ചിട്ട് ഒരു 3-4 ദിവസമായി. ഇത് കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന പരുവൊന്നും ആയിട്ടില്ല, എന്നാലും പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിലോട്ട് തന്നെ ഇടാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതേ ഉള്ളൂ, അപ്പോഴേക്ക് ഇതുപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചെമ്പരത്തിപ്പൂക്കൾ കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി പൊടിയുന്നവരെ പൊടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിപ്പൂ വെറുതെ കളയാതെ ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനും ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഒക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ചെമ്പരത്തിപ്പൂ പൗഡർ വെച്ച് ഞാൻ ലിപ് ബാമും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ ലിപ് ബാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെമ്പരത്തിപ്പൂ വെച്ച് ലിപ് ബാം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ലിപ് ബാം ഉണ്ടാക്കാനായി ഏറ്റവും നൈസായിട്ടുള്ള അരിപ്പ വെച്ചിട്ട് 1-2 പ്രാവശ്യം അരിച്ചെടുക്കണം. ഹെയർ പാക്കും ഫേസ് പാക്കും ഒക്കെ ഉണ്ടാക്കാൻ നേരം ഇതേപോലെ അങ്ങ് എടുത്താൽ മതി, അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 100 ഗ്രാം ഉണക്കിപ്പൊടിച്ച ചെമ്പരത്തിപ്പൂവിന് മാർക്കറ്റിൽ 350 രൂപയോളം വിലയുണ്ട്. ഇതിപ്പം ചായ അരിക്കുന്ന അരിപ്പയിലാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ഏറ്റവും നൈസായിട്ടുള്ള പൊടി വേണം ലിപ് ബാമിന് വേണ്ടി വേണ്ടത്. 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നിട്ട് പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ ചെമ്പരത്തിപ്പൂ ഉണക്കി പൊടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ നാളത്തിന് വെച്ചിരുന്ന് ഹെയർ പാക്കായും ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.